ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതല്ല, അപ്പോൾ നമ്മൾ നൈറ്റ് ഡിന്നറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഡ്ഡലി സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വരും ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം പരിപ്പ് നന്നായിട്ട് ഊറാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പോൾ നമ്മളൊരു കുക്കറിൽ വെള്ളത്തിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഊറാൻ വെച്ചിരുന്ന പരിപ്പുണ്ടല്ലേ, അത് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 10-15 വെളുത്തുള്ളി ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്ത പരിപ്പ് സാമ്പാർ പരിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പരിപ്പിനെ 10-15 മിനിറ്റ് നന്നായിട്ട് ഊറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. 1-1/2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. എന്തായാലും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി അടുത്ത് എന്താ ചേർക്കാൻ പോകുന്നത്? കായപ്പൊടി. അപ്പം അമ്മ പറഞ്ഞു കായപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഒരു ഇഷ്ടത്തിന് ചേർക്കാം. 1/2 ടേബിൾ സ്പൂണോ 1/4 ടേബിൾ സ്പൂണോ ചേർക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം അമ്മ ഇനി എത്ര വിസിലാണ് അല്ലേ? ഇനി എത്ര വിസിലാണ്? അപ്പം ഇനി അമ്മ എത്ര വിസിലാണ് നമുക്കിനി? ഇതിനൊരു 3 വിസിൽ കേൾക്കും. അപ്പം ഇതിൽ 3 വിസിൽ കേട്ടോണ്ടേ നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് തുറക്കാൻ നേരത്ത് എല്ലാതിൻ്റെ വിസിലിൻ്റെ ഗ്യാസൊക്കെ വെളിയിൽ പോകണം. അല്ലാതെ തുറക്കാൻ പാടില്ല, പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ സാമ്പാറിന് നമ്മൾ എന്തൊക്കെ എടുത്ത് വെച്ച് നോക്കാം. അതിലൊരു 20 വെണ്ടയ്ക്കയും, അടുത്ത് 1 ക്യാരറ്റ്, അടുത്ത് 1 ബ്രിഞ്ചോൾ, അടുത്ത് 3 ടൊമാറ്റോ ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത്രയും ആവശ്യമാണ്. ഇനിയും കൂടുതലിടാം. ഇത്രയും നമ്മളാണ് ഇപ്പോൾ എന്തായാലും ഉള്ളത്. ഇത്ര വെച്ചാണ് അമ്മേൻ്റെ ഉള്ളത്. അപ്പോൾ നമ്മൾ അത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് സാമ്പാർ ഒരു സിമ്പിൾ സാമ്പാറാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഒന്ന് ആഡ് ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ചെറിയ ഉള്ളി, ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മളെ ഇഡ്ഡലി വേവിക്കാൻ വേണ്ടി നമ്മളെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. അതിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം നന്നായിട്ട് ചൂടാവണം. അപ്പോൾ നമ്മളെ ഇഡ്ഡലി തട്ടിൽ അമ്മ നമ്മളെ മാവ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മാവാണ്. ആദ്യത്തെ തട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു തട്ടും കൂടെ വരട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇഡ്ഡലി തട്ട് നമ്മൾ വയ്ക്കാൻ പോവാണ്. ഈ ഇഡ്ഡലി തട്ടിൽ നമ്മൾ മാവ് ഒഴിക്കുന്ന മുന്നിൽ നമ്മൾ എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീയോ അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ എണ്ണയാണ് തടവി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് അതായത് നമുക്ക് നന്നായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമ്മൾ ചെറിയുള്ളി വെച്ച് കൊടുക്കാം. നമ്മൾ ചെറിയുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, ആ ചെറിയുള്ളിയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പം അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കത്തിരിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ലേഡീസ് ഫിംഗർ ചേർത്ത് കൊടുക്കാം. എല്ലാ അണ്ടയ്ക്കും ചേർത്ത് കൊടുക്കുന്നു നമ്മൾ. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്ര സ്പൂണാണ് ചേർക്കുന്നത്? 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കാൻ പോണത്. എന്നിട്ട്
നമുക്ക് അതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കാം. നമ്മൾ എത്ര ടേബിൾ സ്പൂൺ അമ്മേ? 1 ടേബിൾ സ്പൂൺ. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മിള പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പൊടി നമ്മൾ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പൊടി നോക്കാം അമ്മ? ഏത് പൊടി ഏത്? ഇതിൽ ഉലുവ, ജീരകം, 1/4 ടീസ്പൂൺ നല്ല മുളക്. അപ്പോൾ ഇത്രയും ഇട്ട് നമ്മളൊരു അരച്ച് മസാലയാണിത്. മസാല പൊടിയോ? അപ്പോൾ നമുക്കിതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലാണ് മസ്റ്റ്. അതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം നമ്മൾ മലക്കറിയും ഈ മസാലയൊക്കെ നന്നായിട്ടൊരു പരുവത്തിന് വരട്ടെ. അത് നമുക്ക് നമ്മൾ കുക്കറിനകത്ത് വെച്ച് പരിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു മസാല നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്കിടാം. അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച് വരട്ടെ ഗൈസ്. നമ്മൾ ആ മലക്കറിയൊക്കെ നന്നായിട്ട് ഒരു വെന്തിട്ട് വരണം, എങ്കിലേ സാമ്പാറിട്ടൊരു ഇത് വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ പരിപ്പിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുളി വെള്ളം ഉണ്ടല്ലേ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ മലക്കറി പകുതി വെന്തപ്പം നമുക്കിനി പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച് വരട്ടെ. ഇപ്പോൾ ഗൈസ് നമ്മൾ സാമ്പാർ റെഡി ആയിട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. നമുക്കിനി അതിലേക്ക് ലേശം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇഡ്ഡലി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല പൂ പോലത്തെ ഇഡ്ഡലി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. സോഫ്റ്റ് ഇഡ്ഡലി ഗൈസ്. അടുത്ത സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറിൽ കുറച്ച് താളിപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചട്ടിയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി കൂട്ടി കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിലേക്ക് നല്ല ചെറിയുള്ളി കൊച്ചു അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് താളിപ്പിന് വേണ്ടിയാണ്.
അപ്പോൾ നമ്മളെ ചെറിയുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ ഗൈസ്. ഒരു ഡാർക്കിഷ് കളർ വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നതിൽ നമ്മൾ കരിവേപ്പിലാണ്. ആദ്യം നന്നായിട്ടൊരു ബ്രൗണിഷ് കളറിൽ വരട്ടത്. അപ്പോൾ നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് താളിച്ച് കൊടുക്കാം ഗൈസ്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ഇഡ്ഡലിയും സാമ്പാറും. അപ്പം നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയായിരിക്കും എന്ന് പറയാം ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ ഇഡ്ഡലിയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് ഗൈസ്. കഴിച്ചു നോക്കാം എങ്ങനെയാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, വീഡിയോ കാണാം.